നോഹയുടെ പുത്രനായ ഷേമിൽ നിന്നാണ് അബ്രഹാമിന്റെ വംശാവലി ആരംഭിക്കുന്നത്. ഷേമിന് ശേഷം അർപ്പക്ഷാദ്, ഷേലാഹ്, യെബേർ, പേലഗ് എന്നിവർ ഭൂമിയിൽ വംശവർദ്ധനവ് നടത്തി. തുടർന്ന് രേയു, സെറൂഗ്, നാഹോർ എന്നിവരിലൂടെ തേരഹിലേക്ക് ഈ തലമുറ എത്തിച്ചേർന്നു. മെസപ്പൊട്ടാമിയയിലെ കൽദായരുടെ പട്ടണമായ ഊരിൽ തേരഹ് താമസമുറപ്പിച്ചു. അബ്രഹാമിന് നാഹോർ, ഹാരാൻ എന്നിങ്ങനെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ പിതാവായ തേരഹും പിതാമഹന്മാരും അക്കാലത്ത് അന്യദേവന്മാരെ ആരാധിച്ചിരുന്നവരായിരുന്നു. വിഗ്രഹാരാധന നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് അബ്രഹാം വളർന്നത്. തേരഹ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവനായിരുന്നെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇത്രയധികം വിഗ്രഹാരാധന നിലനിന്നിട്ടും അബ്രഹാം ഏകദൈവത്തെ തിരിച്ചറിഞ്ഞു. തന്റെ കുടുംബത്തിന്റെ തെറ്റായ വിശ്വാസങ്ങളെ അവഗണിക്കാൻ അദ്ദേഹം തയ്യാറായി. ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ അദ്ദേഹം ഒട്ടും വൈകിയില്ല. സ്വന്തം ദേശവും ബന്ധുക്കളെയും വിട്ടുപോകാൻ ദൈവം അവനോട് കൽപ്പിച്ചു. അബ്രഹാമിന്റെ സഹോദരന്മാരായ നാഹോറിനെയോ ഹാരാനെയോ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച ഏക വ്യക്തി അബ്രഹാമായിരുന്നു. തന്റെ മുൻ തലമുറയുടെ പാപങ്ങളോ വിഗ്രഹാരാധനയോ അദ്ദേഹത്തിന് ദൈവത്തിലേക്കുള്ള വഴിയിൽ തടസ്സമായില്ല. അതുകൊണ്ട് തന്നെ അബ്രഹാമിനെ ദൈവം തന്റെ ഉടമ്പടിയുടെ അവകാശിയായി തിരഞ്ഞെടുത്തു. വിശ്വാസത്തിലൂടെ നീതിമാനായി തീർന്ന അബ്രഹാം സകല ജാതികളുടെയും പിതാവായി മാറി. അസാധ്യമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്യപ്പെട്ട മകനായ ഇസഹാക്കിനെ ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം അനുസരിച്ചു. ആഴമായ ഈ സമർപ്പണമാണ് അദ്ദേഹത്തെ ദൈവത്തിന്റെ സ്നേഹിതനാക്കി മാറ്റിയത്. വെറുമൊരു ബലിയേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയപൂർവമായ അനുസരണമാണെന്ന് ഈ ജീവിതം പഠിപ്പിക്കുന്നു. ഇന്നും ദൈവം തന്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ അബ്രഹാമിനെ പോലെ വിശ്വസ്തരായ മനുഷ്യരെ നിങ്ങളെയും എന്നെയുമാണ് തേടുന്നത്. നമ്മുടെ പാരമ്പര്യമോ സാഹചര്യങ്ങളോ ദൈവവിളിക്ക് തടസ്സമല്ലെന്ന് നാം തിരിച്ചറിയണം. ലോകത്തിന്റെ ശബ്ദത്തേക്കാൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ചെവി നമുക്കും ഉണ്ടാകണം. ചോദ്യങ്ങൾ ചോദിക്കാതെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങുന്നതാണ് യഥാർത്ഥ ഭക്തി. നമ്മിലൂടെ ദൈവിക ദൗത്യം നിറവേറാൻ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസം ആവശ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ നമുക്ക് കഴിയണം. അനുസരണമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനെയും ദൈവം വലിയ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കും. അബ്രഹാമിനെ പോലെ എല്ലാം ഉപേക്ഷിക്കാനുള്ള സന്നദ്ധത ഇന്ന് നമ്മിലും ഉണ്ടാകേണ്ടതുണ്ട്. അവിടുത്തെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണെന്ന് നാം തിരിച്ചറിയണം. വിശ്വാസത്താൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുഭവിക്കാൻ സാധിക്കൂ.